ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ. ഇന്ന് നമുക്ക് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ലൈഫിൽ. പിന്നീടൊക്കെ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സങ്കടവും വിഷമവും പ്രയാസമൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നല്ലതും ചീത്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോകാറുള്ളത്. എല്ലാവർക്കും ഉണ്ടാവും കുറേ നല്ല കാര്യങ്ങളും കുറേ ചീത്ത കാര്യങ്ങളും. സത്യം അറിയാതെ ആർക്ക് വേണമെങ്കിലും ആരെയും കുറ്റപ്പെടുത്താം. ധരിച്ചു വെച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വിലപ്പെട്ട പല ബന്ധങ്ങളും നഷ്ടമായിട്ടുണ്ടാവും. ഇതൊക്കെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലരെ കുറിച്ചിട്ടും പലത് കേൾക്കുമ്പോഴേക്കും നമ്മൾ അതങ്ങോട്ട് വിശ്വസിക്കും. അതാണ് ശരി, ഇവർ പറഞ്ഞത് തന്നെയാണ് ശരി, ഇതാണ് ശരി എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് നമ്മൾ ആ വ്യക്തികളോട് നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി കൂടെ മാത്രമാണ് പെരുമാറുക. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. പല കാര്യങ്ങളിലും അങ്ങനെയാണ് കേട്ടോ ഈ അബദ്ധം പറ്റിപ്പോകുന്നത്. അബദ്ധം എന്നല്ല, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും നമ്മൾ അത് സത്യമാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കും. അത് പറയുന്ന ആൾ നമ്മൾ വിശ്വസിക്കുന്ന തരത്തിൽ അത് പറഞ്ഞ് ബലിപ്പിക്കാൻ കഴിവുള്ള ആളുകളും കൂടി ആണെങ്കിൽ പറയും വേണ്ട. നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും അത് കേട്ടോ, പലരുടെയും ഈ ഇതുപോലുള്ള വാക്കുകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇതന്നെയാണ് ശരി എന്നുള്ളത് ധരിച്ചു പോണത്. അങ്ങനെയല്ല, നമ്മൾ ഏത് കാര്യം കേട്ട് കഴിഞ്ഞാലും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാൾ പറഞ്ഞാലും നമ്മൾ അത് സത്യമാണോ എന്നുള്ളത് പെട്ടെന്ന് വിശ്വസിക്കാൻ നിൽക്കരുത്. ഏത് കാര്യത്തിനുണ്ടാവും രണ്ട് വശം. അപ്പോൾ ഒരു വ്യക്തിനോട് ഒരാൾക്ക് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പറയുന്ന അത് അവർക്കെതിരായിട്ട് തന്നെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാവും സംസാരിച്ചിട്ടുണ്ടാവുക. ഇനി ദേഷ്യമില്ല, രണ്ടുപേരെയും കൂടി അടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞിട്ട് ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ മിടുക്കരായിരിക്കും ചില വ്യക്തികൾ. അപ്പോഴും എന്താണ്, ഈ കേൾക്കുന്ന ആൾ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും. ഇവർ പറഞ്ഞത് തന്നെയായിരിക്കാം ശരി, ഇങ്ങനെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് തന്നെയായിരിക്കും ശരിയെന്ന് അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നമ്മളത് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്യും. പലരുടെയും ഈ ഇതുപോലുള്ള വാക്കുകളാണ് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പല ബന്ധങ്ങളും വിട്ടുപോകാൻ തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ. പലരും പറയുന്നത് അതുപോലെ അങ്ങോട്ട് വിശ്വസിക്കും. അപ്പോൾ എന്താണ്, ഇത് തന്നെയാണ് ശരി, അവർ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളാണെങ്കിൽ പറയും വേണ്ട. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് അതിനെ എങ്ങനെ വേണം മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. നല്ല ഒരു കാര്യമാണെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ ഒന്നിപ്പിക്കേണ്ട പല കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അതിന് കഴിവുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിന്നെ അവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ചില വ്യക്തികളുണ്ട്. അത് ചിലരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ചിലരെങ്ങനെയാണ്, പലരെയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും എങ്കിലും അത് പറഞ്ഞങ്ങോട്ട് പ്രതിഫലിപ്പിച്ചിട്ട് അത് തന്നെ ശരിയെന്നങ്ങോട്ട് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. ചില വ്യക്തികളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയോ, അല്ലെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് ഇവർ എങ്ങനെ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇവരറിഞ്ഞു, ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നതെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അവർ പറയുന്നതിൽ പകുതി ഭാഗം മാത്രമേ ശരി ഉണ്ടാവുള്ളൂ, പകുതി ഭാഗം കളവ് തന്നെയായിരിക്കും. ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ദേഷ്യമുള്ള വ്യക്തികളോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിൽ ആ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് പറയാൻ സാധിക്കും. അത്തരം സ്വഭാവശൈലിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നിടത്ത് ഭയങ്കര മിടുക്കരായിരിക്കും. പിന്നെ ആർക്കും ഒരു ദോഷം വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഞാനിത് കേട്ട വിവരമാണ് കേട്ടോ, എനിക്കറിയില്ല, സത്യമാണോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരോട് ഒരു വിദ്വേഷവും വൈരാഗ്യവും ദേഷ്യവും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ അതിനനുസരിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. സത്യമാണോ എന്ന് അറിയില്ല, ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് മാത്രമാണ് അവർ പറയുള്ളൂ. സത്യമാണോ എന്നറിയില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ആവും. ശരി, ചിലപ്പോൾ സത്യമാവില്ല, അവരും അങ്ങനെയല്ലേ പറഞ്ഞത് എന്നുള്ളത് ചിന്തിക്കും. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഏതൊരു സത്യവും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് നമുക്ക് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ആ വ്യക്തിയോട് നമുക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു, എത്രമാത്രം അടുപ്പുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കുക. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അവരോട് എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർ മാനസികമായിട്ട് അവരും വിഷമിക്കും. ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ
നമ്മൾ അവർ വിഷമിച്ചതിന് ഇരട്ടി നമ്മളും വിഷമിക്കും. വേണ്ടായിരുന്നു, അയ്യോ ഞാൻ അവരോട് അങ്ങനെ പെരുമാറിപ്പോയല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്നൊക്കെ പല കാര്യങ്ങളിലും പലപ്പോഴും വരുന്നതാണ്. അപ്പോൾ പല ബന്ധങ്ങളിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷനിലാണെങ്കിലും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പല ബന്ധങ്ങളും ഇല്ലാതായി പോകുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളാണെങ്കിലും പിന്നെ പ്രണയബന്ധങ്ങളാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നമുക്കൊരു അടുപ്പോ പരിചയമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് മോശമായി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്തരം ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കും. ഒരാളും മോശമുള്ള ഒരാളോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ആരും താല്പര്യം കാണിക്കില്ല. അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് സത്യമാണെന്നുള്ളത് വിശ്വസിക്കാതിരിക്കുക. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളോട് ഇത്തരം അപവാദങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾ പറയുന്നത് വിചാരിച്ചാൽ അതിൽ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഉണ്ടോ ഇല്ലയോ, അവർ പറഞ്ഞതെല്ലാം ശരിയാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ഉള്ള നല്ല ബന്ധം ഇല്ലാതെ മാത്രമാണ് അത്തരം കാര്യങ്ങളിലൂടെ നടക്കുള്ളൂ. അവരുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അത് നിലനിർത്തി കൊണ്ടുപോകണോ പോകണ്ടേ എന്നൊക്കെ നമ്മുടെ താല്പര്യമാണ്. അപ്പം നമ്മൾ അവർ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ള ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഉള്ള ഒരു സ്നേഹബന്ധം ഒരിക്കലും ഇല്ലാണ്ടാവില്ല. മറ്റൊരാളും പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം വരില്ലല്ലോ മറ്റൊരാൾ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആ കാര്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലപ്പോഴും പല ബന്ധങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് വീട്ടുകാരാണെങ്കിലും രണ്ട് സുഹൃത്തുക്കളാണെങ്കിലും പ്രണയിക്കുന്നവരാണെങ്കിലും എല്ലാവരുടെ ഇടയ്ക്കും അങ്ങനെ തന്നെയാണ്. മറ്റൊരാൾ കയറി വന്ന് എന്തെങ്കിലും ഇതിനിടയിലുള്ള ആളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവിടെ ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോശമായൊരു അഭിപ്രായത്തിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ കയറി വരുന്നത്. ബന്ധങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മറ്റാരെങ്കിലും പറഞ്ഞതൊന്നും കേട്ടിട്ട് എടുത്തു ചാടി ആരോടുള്ള വെറുപ്പോ വൈരാഗ്യമോ ദേഷ്യമൊന്നും ആവാനോ വേണ്ടിയിട്ട് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശയായിരിക്കും ഫലം. കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. നമുക്കുണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഉൾപ്പെടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളാണ് നമ്മളെങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യങ്ങളാണോ അതിൽ വേണം നമ്മൾ ഇൻവോൾവ് ആവാൻ. ഉള്ളവർ ചെയ്യുന്ന ഓരോ കാര്യം കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ സന്തോഷിപ്പിക്കും, അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ കൈകളിലാണ്. നമുക്ക് എന്താണോ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താണ് വേണ്ടത് ഇതൊക്കെ നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മളെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, നമ്മുടെ ചിന്താഗതി എന്താണ്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, സെൽഫ് ലവ് എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മസന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ വെറുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനോടും വെറുപ്പായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മളോട് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കണം. ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ, നമ്മുടെ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബേസായിട്ട് വരുന്നത്. ഈ സെൽഫ് ലവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റാരും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും മറ്റാരും നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും മറ്റൊരാളും നമ്മുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും കാണിച്ചിട്ടില്ലെങ്കിലും കൂടി നമുക്ക് ഒരു വിഷമവും തോന്നില്ല. മറ്റുള്ളവരുടെ സ്നേഹം വേണമെന്നോ മറ്റുള്ളവർ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഒരു ചിന്തയും നമുക്കുണ്ടാവില്ല. ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ തന്നെയാണ്. നമുക്ക് എന്തൊക്കെ വേണം, നമ്മളെങ്ങനെയായിരിക്കണം, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് വേണോ, നമ്മളെപ്പോഴും ആക്റ്റീവ് ആവണോ, ഇതൊക്കെ നമ്മളുടെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് അഭിപ്രായം പറയും, മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനെ ഞാൻ ചെയ്യൂ, അങ്ങനെയൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സന്തോഷം ലഭിക്കില്ല. സെൽഫ് ലവ് എന്നുള്ളത് എല്ലാവരും ഒരു ശീലമാക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ആർക്കാനോ വേണ്ടി ജീവിച്ച് ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്ത്
അങ്ങനെയൊന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷത്തിലായിരിക്കില്ല, നമ്മുടെ മനസ്സിന് സന്തോഷിക്കാനും കഴിയില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നല്ല നല്ല ചിന്തകളിലൂടെ നല്ല നല്ല പ്രവൃത്തിയിലൂടെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രശ്നങ്ങളൊക്കെ വരും, അത് അതിൻ്റെ വഴിക്ക് പോകും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടി നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കോടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം.